പരിചയപ്പെടുത്തുന്ന മികച്ച ഡിസൈൻ. ഡിസൈൻ കോർണറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കാലത്ത് ആഠ്യത്വത്തിൻ്റെ ഭാഗമായിരുന്നു ആത്തൻകുട്ടി ടൈൽ. ഇത് ജന്മിമാരുടെ വീടുകളിൽ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ വിരിച്ചിരുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആത്തൻകുട്ടി ടൈലിൻ്റെ തിളക്കത്തിനോ മേന്മയ്ക്കോ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ ഇന്നുമുണ്ട്. തമിഴ്നാട്ടിലെ ചെട്ടിനാട് എന്നുള്ള സ്ഥലത്തെ ആത്തൻകുടി എന്ന പ്രദേശത്തുള്ള തൊഴിലാളികൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന ടൈലാണ് ആത്തൻകുട്ടി ടൈൽ. മണൽ, സിമൻറ്റ്, ഓക്സൈഡ് എന്നിവ കൂട്ടിച്ചേർത്താണ് ആത്തൻകുട്ടി ടൈൽ നിർമ്മിക്കുന്നത്. ഇഷ്ടമുള്ള നിറങ്ങളും ഇഷ്ടമുള്ള ഡിസൈനുകളും കൊടുത്താലും അതിനനുസരിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നുള്ളതാണ് ആത്തൻകുട്ടി ടൈലിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഫ്ലോറിംഗ് ഡിസൈൻ ചെയ്യാനായിട്ട് ഫ്ലോറിംഗ് ഡിസൈനർ മെറ്റീരിയലാണ് ആത്തൻകുട്ടി ടൈൽ. 6 ഇഞ്ച്, 8 ഇഞ്ച്, 12 ഇഞ്ച് അളവിലാണ് ആത്തൻകുട്ടി ടൈൽ ലഭിക്കുന്നത്. ഇത് പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉപയോഗിക്കും തോറും ഇതിൻ്റെ തിളക്കവും വർദ്ധിക്കും. ചിലവ് കുറഞ്ഞ ഫ്ലോറിംഗ് മെറ്റീരിയലാണ് ആത്തൻകുട്ടി ടൈൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഇത് ചതുരശ്ര അടിക്ക് ഏതാണ്ട് 20 രൂപയ്ക്ക് മുകളിൽ ഇതിൻ്റെ വില വരും. കൂടാതെ മണൽ, പണിക്കൂലി, സിമൻറ്റ് എന്നിവയെല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 40 രൂപയ്ക്ക് മുകളിലാണ് ചതുരശ്ര അടിക്ക് റേറ്റ് വരുന്നത്. വളരെ കളർഫുള്ളാണ് ആത്തൻകുട്ടി ടൈൽ. ഇതൊരു ഡിസൈനറിൻ്റെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്താൽ അത് ഇൻറ്റീരിയറിൻ്റെ ടോട്ടൽ ആംബിയൻസ് തന്നെ മാറ്റും. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലത്ത് ആത്തൻകുട്ടി ടൈൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഇതിൻ്റെ നിറം മങ്ങാനായിട്ട് സാധ്യതയുണ്ട്. കൂടാതെ മണൽ ചവിട്ടി കയറ്റി കഴിഞ്ഞാൽ ടൈലിന് പുറത്ത് സ്ക്രാച്ച് വീഴാനും വളരെയേറെ സാധ്യത ഉണ്ട്. ആത്തൻകുട്ടി ടൈൽ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ തിളക്കം വർദ്ധിക്കുകയും അത് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് മെറ്റീരിയലായി തന്നെ നമുക്ക് നിലനിർത്താനും സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു നാച്ചുറൽ മെറ്റീരിയലായ നമ്മുടെ തറയോടിനെ കുറിച്ച് കൂടുതലായി അറിയാം. കാലം തെളിയിച്ച ഗുണമേന്മയാണ് തറയോടിൻ്റെ കരുത്ത്. ഇത് പണ്ട് കാലം തൊട്ട് തന്നെ നമ്മൾ ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിൻ്റെയും പഴമയുടെയും കേരളത്തനിമയുടെയും പ്രതീകമാണ് നമ്മുടെ ഈ സ്വന്തം തറയോട്. കളിമണ്ണി ചുട്ടെടുക്കുന്ന ഈ തറയോട് പ്രകൃതിദത്തമായതിനാൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ നമ്മുടെ കാലാവസ്ഥയ്ക്കും ഇത് അനുയോജ്യമാണ്. തറയോട് 2 നിറങ്ങളിലാണ് ലഭ്യമാകുന്നത്. ഒന്ന് കളിമണ്ണിൻ്റെ ചുവപ്പ് നിറത്തിലും കൂടാതെ ഓറഞ്ച് നിറത്തിലുമാണ്. ഇതിൻ്റെ അളവ് 66, 77, 88, 99, 12, 12 എന്നുള്ള രീതിയിലാണ് തറയോട് നമുക്ക് ലഭിക്കുന്നത്. 15 രൂപ മുതൽ 50 രൂപ വരെയാണ് തറയോടിൻ്റെ വില വരുന്നത്. കൂടാതെ ഇത് ലേ ചെയ്യാനായിട്ട് ഏതാണ്ട് 30 രൂപ തൊട്ട് 40 രൂപ വരെ ചിലവ് വരും. പണ്ട് കാലങ്ങളിൽ സ്ക്വയർ ഷേപ്പിലായിരുന്നു തറയോട് കിട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് ഒരുപാട് ആകൃതിയിൽ തറയോട് ലഭ്യമാണ്. തറയോടിനോടൊപ്പം ബോർഡർ വർക്കോ ബട്ടൺ വർക്കോ ഗ്രാനൈറ്റിലോ മാർബിളോ ചെയ്താൽ ഡിസൈനിങ്ങിൽ വളരെ ഭംഗിയുണ്ടായിരിക്കും. നിറം, കടുപ്പം, പൊട്ടി നോക്കുമ്പോഴുള്ള ശബ്ദം എന്നിങ്ങനെ വെച്ചാണ് വിദഗ്ധർക്ക് നല്ല തറയോടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള വിദഗ്ധരായ തൊഴിലാളികൾ കൊണ്ട് മാത്രമേ ഇത് ലേ ചെയ്യിക്കാനായിട്ട് പാടുള്ളൂ. തറയോട് വിരിച്ചതിന് ശേഷം വാക്സ് പോളിഷ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ മാത്രമേ തറയ്ക്ക് നല്ല തിളക്കവും ലോങ് ലാസ്റ്റിങ്ങും കിട്ടുകയുള്ളൂ. കൂടാതെ 3 വർഷത്തിലൊരിക്കൽ പോളിഷ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. എളുപ്പം കറപിടിക്കാൻ സാധ്യതയുള്ളൊരു മെറ്റീരിയലാണ് തറയോട്. അതുപോലെ തന്നെ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലും വരാന്ത, അടുക്കള, ബാത്റൂം എന്നീ ഭാഗങ്ങളിലും തറയോട് വിരിക്കുന്നത് അത്ര നല്ലതല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, ചതുപ്പ് സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും വീട് പണിയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തറയോട് വിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കേരളത്തിൽ കളിമണ്ണിന് ക്ഷാമം നേരിടുന്നതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തറയോടുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. ആത്തൻകുട്ടി ടൈലിനെ കുറിച്ചും തറയോടിനെ കുറിച്ചും വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ഫ്ലോറിംഗ് മെറ്റീരിയലുമായി വീണ്ടും കാണാം. നന്ദി. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവതരിപ്പിച്ച ഒറ്റനില വീടും മറ്റ് കാഴ്ചകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കണം. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് veed@mmtv.in. ഇപ്പോൾ വീടിന് മുൻ അധ്യായങ്ങൾ യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് കാണാം. അഡ്രസ് www.youtube.com/manorama news. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.manoramanews.com.